കരൾ ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവിൽ പക്ഷാഘാതം വന്ന് ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട് കിടപ്പിലായ തിരുവനന്തപുരം സ്വദേശി രഞ്ജു സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ദിവസവും ഫിസിയോതെറാപ്പിക്ക് വിധേയനാകേണ്ടി വരുന്ന രഞ്ജുവിന് ചികിത്സ തുടരാൻ ഇനി സുമനസ്സുകളുടെ കരുണ മാത്രമാണ് ആശ്രയം. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന രഞ്ജുവിന് രോഗം ബാധിച്ചതോടെ കുടുംബത്തിന്റെ സാമ്പത്തിക നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നന്മയും കാരുണ്യവുമുള്ള ഒരു മനസ്സുണ്ടായതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതവും പേറിയാണ് രഞ്ജു ഇപ്പോൾ ജീവിക്കുന്നത്. സുഹൃത്തിന്റെ പിതാവിന് സ്വന്തം കരൾ പകുത്തു നൽകിയ രഞ്ജു ചികിത്സാ പിഴവ് മൂലം 4 വർഷമായി തളർന്നു കിടക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായ കെ രഞ്ജുവിന്റെ ചികിത്സയ്ക്കായി സഹോദരി ആർ രശ്മി മുട്ടാത്ത വാതിലുകളില്ല. കുടുംബാംഗങ്ങളായി മറ്റാരുമില്ലാത്ത യുവാവും സഹോദരിയും ചികിത്സയ്ക്കും മരുന്നിനും പോലും പണം കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. 2020 ജൂലൈയിലാണ് സുഹൃത്തിന്റെ അച്ഛന് രഞ്ജു കരൾ ദാനം ചെയ്തത്. ഇതിനു പിന്നാലെ പക്ഷാഘാതം വന്ന് കഴുത്തിന് താഴേക്ക് ചലനമറ്റ് രഞ്ജു കിടപ്പിലായി. ആദ്യത്തെ ആശുപത്രി ബില്ല് സുഹൃത്ത് അടച്ചെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാതായെന്നും ഫോൺ വിളിച്ചാൽ എടുക്കാതായെന്നുമാണ് രഞ്ജുവിന്റെ സഹോദരി പറയുന്നത്. സഹോദരിയുടെ സമ്പാദ്യവും സുമനസ്സുകളുടെ സഹായവുമെല്ലാമായി 1,65,00,000 രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചെലവായി. ചികിത്സയ്ക്കായി ഇപ്പോൾ ഇടപ്പള്ളിയിൽ താമസിക്കുകയാണ് ഇരുവരും. മൂക്കിലൂടെ ട്യൂബിട്ടാണ് ഭക്ഷണം നൽകുന്നത്. ഒരു ദിവസത്തെ ഭക്ഷണത്തിനും മരുന്നിനും ഫിസിയോതെറാപ്പിക്കുമെല്ലാമായി 5,000 രൂപ ചെലവാകുമെന്ന് രശ്മി പറയുന്നുണ്ട്. സഹോദരി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അന്വേഷണ സംഘം മൊഴിയെടുക്കുകയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സഹോദരനെ പരിചരിക്കാനുള്ളതിനാൽ സഹോദരിക്ക് ജോലിക്കും പോകാനാകുന്നില്ല. സഹായ മനസ്സരുടെ കാരുണ്യം കാത്തിരിക്കുകയാണ് ഇരുവരും. രശ്മിയുടെ ആറ്റിങ്കൽ ശാഖയിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് ഈ കാണുന്നത്. ചികിത്സയ്ക്കായി സുമനസ്സുകൾ സഹായിക്കണമെന്ന് കുടുംബം അഭ്യർത്ഥിക്കുകയാണ്. ചെറിയ സഹായം പോലും രഞ്ജുവിന്റെ ജീവൻ നിലനിർത്താൻ വലിയ കരുത്താകുമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ആശുപത്രി കിടക്കയിൽ കഴിയുന്ന രഞ്ജുവിന്റെ കണ്ണുകളിൽ ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ സമൂഹത്തിന്റെ കൈത്താങ് അനിവാര്യമാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ഈ ശ്രമത്തിൽ കൈകോർക്കാൻ കഴിയുന്ന എല്ലാവരും മുന്നോട്ട് വരണമെന്നതാണ് കുടുംബത്തിന്റെ അപേക്ഷ. നമുക്ക് ഒരുമിച്ച് രാജുവിന് ഒരു പുതിയ ജീവൻ സമ്മാനിക്കാം.